ടി പി ജയചന്ദ്രൻ മാഷ് പറയുന്നത് പോലെ ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ വിവിധ സംസ്ഥാനങ്ങളെ പിരിച്ചുവിട്ട ഗവർണറെ പോലെ ആയിരുന്നില്ലല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരു ഘട്ടത്തിൽ പോലും ആർട്ടിക്കിൾ 356 ആ അടിസ്ഥാനത്തിൽ ഇവിടെ ഉപയോഗപ്പെടുത്താതെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത്. അത്രയും രാഷ്ട്രീയ സത്യസന്ധതയെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഇവിടെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ, പ്രത്യേകിച്ച് 90കളിൽ 2000ന്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാടുകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ വിലയിരുത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. അദ്ദേഹം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് സംഘപരിവാർ ക്യാമ്പിൽ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷവും 3 മാസവും 20 ദിവസവും കേരളത്തിന്റെ ഗവർണർ എന്ന രൂപത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളും പ്രവർത്തനങ്ങളും അത് വിലയിരുത്തുമ്പോൾ കൃത്യമായി പറയാൻ കഴിയും, പഴയ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ഇപ്പോഴത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് കേരളത്തിൽ വന്നത്, പ്രവർത്തിച്ചത്, മുന്നോട്ട് പോയത്. 2.5 വർഷം ചില ബില്ലുകൾക്ക് മേൽ അടയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ന്യായീകരണമാണ് കൊടുക്കുന്നത്? ഈ ഇടുക്കിയിലെ 10-45 വർഷം 50 വർഷമായി അവരുടെ ഭൂമി കൃഷി ആവശ്യത്തിനും അതുപോലെ വീട് വയ്ക്കാനും മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ബില്ല് നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ച് പാസ്സാക്കുമ്പോൾ അതിൽ ഒപ്പിടാതെ 2.25 വർഷം അടയിരുന്നാൽ എന്ത് ന്യായീകരണമാണുള്ളത്? അങ്ങനെ എത്രയോ ബില്ലുകളിൽ അവസാനം സുപ്രീം കോടതി ഇടപെടേണ്ടി വന്ന സാഹചര്യമില്ലേ? ഒരു ഗവർണർക്കെതിരെ സംസ്ഥാന ഗവൺമെന്റിന് സുപ്രീം കോടതിയിൽ പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്? അതിൽ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവുകൾ പ്രഖ്യാപിക്കുക എന്നുള്ള സാഹചര്യം എത്ര ഗുരുതരമാണ്? ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വരുത്തി ഗവർണർ എന്നാ പറയുന്നത്. 9 യൂണിവേഴ്സിറ്റികളിൽ കൃത്യമായി വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കാൻ അനുവദിക്കാതെ താൽക്കാലിക VC-മാരെ നിശ്ചയിച്ച് അങ്ങ് തട്ടി കൊണ്ടുപോയി എന്നുള്ളത് ഒരു നേട്ടമാണ്. കൃത്യമായി 6 തവണയല്ലേ ചാൻസലറായ ഗവർണർ ഈ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റ് മെമ്പറെ നോമിനിയെ വേണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചത് 1ഉം 2ഉമല്ല, 6 തവണയാണ് KS അരുൺകുമാർ സർവകലാശാല കൊടുത്തോ. അപ്പോ നേരത്തെ ജോർജ് പൊടിപ്പാറ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ഈസിയാക്കാനുള്ള റദ്ദുവൽക്കരണത്തിന് വേണ്ടി സർക്കാർ തയ്യാറെടുക്കുമ്പോൾ അതിനെ സ്വാഭാവികമായും ഗവർണർ എതിർക്കും. ഒറ്റ മിനിറ്റ്, ഇവിടെ കോൺഗ്രസിന്റെ പ്രതീതിയും കുറച്ച് വാദം അങ്ങനെ പറഞ്ഞു. എങ്ങനെയാണ് ഈ ഗവർണറുടെ നോമിനി അല്ലെങ്കിൽ ഗവർണറുടെ പാനൽ വരുമ്പോ കോൺഗ്രസിന്റെയും BJP-യുടെയും ലീഗിന്റെയും ആളുകൾ കൃത്യമായി വീതം വെച്ച് വരുന്നത് എങ്ങനെയാ? ഈ ഗവർണർക്ക് എവിടുന്ന പാനൽ കിട്ടുന്നത്? ഇവിടെ പല സർവകലാശാലകളുടെ സെനറ്റിലേക്ക്, സിൻഡിക്കേറ്റില് ഗവർണർ നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗവർണറുടെ പാനൽ വരുമ്പോൾ കൃത്യമായി ലീഗിന്റെ ആളുണ്ട്, കോൺഗ്രസിന്റെ ആളുണ്ട്, BJP-യുടെ ആളുണ്ട്. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ നേതാവല്ലേ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്നാ പറഞ്ഞ്, ഈ കേരളം കണ്ടിട്ടുള്ള 24 ഗവർണർമാരിൽ ഏറ്റവും മികച്ച ഗവർണർ ഈ ഗവർണർ ആണെന്ന് പറയുക. എന്നിട്ട് കോൺഗ്രസ് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് എന്ന് പറയുക. എല്ലാ ഘട്ടത്തിലും ഈ കേരളത്തെ അങ്ങ് നശിപ്പിക്കാൻ, കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താൻ ഗവർണർ നടത്തിയ ശ്രമങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് കോൺഗ്രസും അതുപോലെ തന്നെ BJP-യും UDF-ലെ എല്ലാ കക്ഷികളും മത്സരിച്ചു. ഇവിടെ 10 സർവകലാശാലകളുടെ ലിസ്റ്റ് വന്നു ഈ രാജ്യത്ത്. അതിൽ ഏറ്റവും മികച്ച 4 സർവകലാശാല ഈ കൊച്ചി കേരളത്തിൽ നിന്നാണ്. കേരള, MG, അതുപോലെ കൊച്ചി, കാലിക്കറ്റ്, ഈ 100 കോളേജുകളുടെ ലിസ്റ്റ് വന്നു ഈ രാജ്യത്ത്. അതിൽ ഭൂരിഭാഗം കോളേജുകളും ഈ കൊച്ചി കേരളത്തിൽ നിന്നാണ്. ഞാൻ സൂചിപ്പിച്ചത് ഈ MG യൂണിവേഴ്സിറ്റി 65 രാജ്യങ്ങളിലെ കുട്ടികളാണ് പഠിക്കുന്നത്. 65 രാജ്യങ്ങളിലെ കുട്ടികൾ. ഞാൻ സൂചിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെയും വാദിക്കാം. അരുൺ, എനിക്ക് അനുവദിച്ച സമയമാണ്. അല്ല, ഞാൻ പറഞ്ഞത് എല്ലാ സർവകലാശാലകളുടെയും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് BJP-ക്ക് സഹിക്കില്ല. ശരി ശരി ശരി. Debate with Dr. Arun Kumar.